ഹായ് ഡിയേഴ്സ്, തൊട്ടപ്പുറത്ത് നിങ്ങൾക്കൊരു പിക്ചർ കാണുന്നുണ്ട്. എന്ത് പിക്ചറാണ്? കൊട്ടയാണ് അല്ലേ? ഓക്കെ, വേറൊരു പിക്ചർ കൂടെ കാണുന്നുണ്ടോ? എന്താണ്? നല്ല മധുരമുള്ള ആപ്പിളാണ് അല്ലേ? അപ്പം ഞാൻ ആദ്യം കാണിച്ച കൊട്ടയുടെ പിക്ചറും രണ്ടാമത് കാണിച്ച ആപ്പിളിൻ്റെ പിക്ചറും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഞാൻ ആ കൊട്ടയെ ജസ്റ്റ് ഈ രൂപത്തിലേക്ക് എഴുതണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ രൂപത്തിലേക്ക് എഴുതണം. രണ്ടാമത് കാണിച്ച ആപ്പിളിനെ ഞാൻ ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് താഴെ എഴുതണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏത് കിട്ടി? അറബിക് ലെറ്റേഴ്സിലെ ബാ എന്നുള്ള അക്ഷരം. വളരെ സിമ്പിളായില്ലേ? നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കൊട്ട വരയ്ക്കുന്നു, അടിയിൽ നമ്മൾ ചാപ്പ് കൊടുക്കുന്നു, ഫത്തഹ് കൊടുക്കുന്നു, ബാ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് എല്ലാ ഹർക്കത്തും നോക്കും. ബി, ബു, ബ്, ബൻ, ബിൻ, ബുൻ. ഓക്കെ, ഇനി ബാ വെച്ച് നമുക്കൊരു വേർഡ് ബൈത്തുൽ. ബൈത്തുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് അല്ലേ? ഇനി ഈ ബാ എന്നുള്ള ലെറ്റർ കൂട്ടി എഴുതുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് സംഭവിക്കാന്നുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കൂട്ടി എഴുതുന്ന ഒരു രൂപം ജസ്റ്റ് നമ്മൾ നേരത്തെ മനസ്സിൽ സങ്കല്പിച്ച കൊട്ടകൾ ജസ്റ്റ് ഇങ്ങനെ ഒരു 4-5 ഞാൻ എഴുതിയിട്ടുണ്ട്. മനസ്സിൽ സങ്കല്പിച്ച ആപ്പിളിനെ ഡോട്ടായി താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.